കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് നടന്നൊരു സംഭവമാണ്. ഗംഗാ നദിയിൽ കുറേ മുസ്ലിം യുവാക്കൾ പെരുന്നാളിനോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഗംഗയിൽ വെച്ച് അവർ പരസ്പരം ഭക്ഷണങ്ങൾ കൈമാറി കഴിച്ചു. അതിൻ്റെ വീഡിയോ പുറത്തു വന്നു. വീഡിയോ പുറത്തു വന്ന ഉടനെ വലിയ വിവാദമായി മാറി. ഗംഗയെ ജിഹാദികൾ മലിനമാക്കുന്നു, ഗംഗ ഒരു ഹിന്ദു നദിയാണ്, അവിടെ ഇത്തരം അന്യമത ആചാരങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ആഴ്ചകളോളം, മാസങ്ങളോളം അവർ ജയിലിൽ കിടന്നു, ജാമ്യമില്ലാതെ. എന്തിനാണ്? ഒരു നദിയുടെ മുകളിൽ വെച്ച് പരസ്പരം ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട്. അവർക്കെതിരെ അതിശക്തമായ വിമർശനമാണ് നമ്മുടെ രാജ്യത്ത് ഒഴുകിക്കേട്ടത്. ഇനി 2 ദിവസം മുമ്പ് നടന്നൊരു കഥ പറയാം. ആത്മീയതയ്ക്ക് പേരുകെട്ട കാശിയിൽ ഗംഗാ നദിയിൽ സഞ്ചരിക്കുന്നൊരു ബോട്ടിൽ വെച്ച് നടന്ന മദ്യപാനവും മാംസാഹാര പാർട്ടിയും ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഒരു BJP കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വാരണാസിയിലെ ദശാശ്വമേധ് ഘട്ടിന് സമീപം ഗംഗാ നദിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിലാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. ഏകദേശം 1 മിനിറ്റിലധികം നീളുന്ന വീഡിയോയിൽ ചിലർ ബോട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണി പാകം ചെയ്യുന്നതും മദ്യപിക്കുന്നതും കാണാം. ഈ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ പ്രതീക്ഷമിതമൊന്നും ഉയർന്നില്ല. വിശുദ്ധ ഗംഗയെക്കുറിച്ച് അധികം ആർക്കും സംസാരിക്കാൻ തോന്നിയതുമില്ല. എന്നാൽ കുറച്ച് വിശ്വാസികളെ ഇത് വേദനിപ്പിക്കുകയും ചെയ്തു. ആ വീഡിയോ വൈറലായതിന് പിന്നാലെ വാരണാസി പോലീസ് നടപടികളിലേക്ക് കടന്നു. അജയ് സാനി, അരുൺകുമാർ സാനി, രാഹുൽ സാനി, അനുരാഗ് നിഷാദ്, ദീപക് കുമാർ എന്നിങ്ങനെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പ്രായം 25 മുതൽ 32 വയസ്സ് വരെയാണ്. ദശാശ്വമേധ് SP അതുൽ അഞ്ജൻ ത്രിപാഠി ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമനടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സ്വീകരിക്കുമോ? നമുക്കത് കണ്ടു തന്നെ അറിയാം. നോക്കിക്കോളൂ, ഒരാഴ്ച പോലും അവർക്ക് ആ ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരില്ല. ഉപദേശം കൊടുത്ത് വിടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ലതാനും. കാരണം ഇവിടെ ഗംഗയോ ഗംഗ മലിനമാകുന്നതോ അതിന് മുകളിൽ ഭക്ഷണം കഴിക്കുന്നതോ അല്ല പ്രശ്നം. അത് ആര് ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ഗംഗ വെറുമൊരു നദി മാത്രമാണ്. മലിനമായ അഴുക്കുകളും മലമൂത്ര വിസർജ്യം അടക്കം വന്നു വീഴുന്ന ഒരു നദി. അതിനെ സുരക്ഷിതമായി, അതിനെ വൃത്തിയായി സൂക്ഷിക്കാൻ ഇവിടെയുള്ള വിശ്വാസികൾക്ക് കഴിയുന്നില്ല. പക്ഷേ ഏതെങ്കിലും അന്യമതസ്ഥർ അതിന് മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അതിലെ പോവുകയോ ചെയ്താൽ ഇവരുടെ മതവികാരം വ്രണപ്പെടും. ഭയങ്കരമായ രീതിയിലുള്ള പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാകും. വാർത്തകളിലെ പ്രൈം ടൈം ചർച്ചകളാകും. പക്ഷേ ഇന്നലത്തെ സംഭവം ഇവിടെ എത്ര പേർ അറിഞ്ഞു എന്നത് ഒരു ചോദ്യമാണ്. എത്ര ന്യൂസ് ഔട്ട്ലെറ്റുകൾ അത് വാർത്തയാക്കി എന്നതും ചോദ്യമാണ്. പബ്ലിക് ഔട്ട്റേജ് ഇല്ല, പ്രൈം ടൈം ചർച്ചകളില്ല. കാരണം ഒന്ന് മാത്രമാണ്. ഇതിലിപ്പോൾ അറസ്റ്റിലായവർക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്യും. കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ അവർ ചെയ്തത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. പക്ഷേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിരുന്നെങ്കിൽ ഇത് രാജ്യം ഉറ്റുനോക്കുന്ന കുറ്റമായി മാറിയേനെ.